ഹബീബി ഇന്ന് നമ്മളിലെ മിക്കൊരു ടാറ്റയും കൊടുത്തിട്ട് നേരെ പോകുന്നത് നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമുള്ള ചിക്കൻ തരുന്ന ചങ്ങായിക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വഴിക്ക് ഒറ്റയ്ക്ക് പോയി ശരിയില്ലാത്തതുകൊണ്ട് തന്നെ പോണ വഴിക്ക് ഇവനെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ പിന്നെ നേരെ ഷോപ്പിൽ വന്ന് അവിടെ കാർ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഇലക്ട്രിക് വണ്ടി എടുത്തിട്ടാ പോയി. ഈ ആഷിക്കാളൊരു ഇൻവെർട്ടർ ആണെങ്കിലും ചെക്കനൊരു എന്താണ് എന്നെ പോലെ. അങ്ങനെ നമ്മൾ കാടത്തോട് ബിസ്മി ചിക്കനിൽ എത്തിയിട്ട് ഈ ഷോപ്പിൽ നിന്നാണ് നമ്മുടെ ഷോപ്പിക്ക് വേണ്ട ചിക്കനൊക്കെ വരുന്നത്. അപ്പൊ അതാ ഷോപ്പ് അടച്ചിട്ടേക്കിന്. അപ്പൊ ഞാൻ മുട്ടുവിൻ തുറക്കപ്പെടുന്നുള്ള പ്രമാണം. അങ്ങനെ ഷോപ്പ് തുറന്നു ഉള്ളിൽ കയറി ആ കോഴികൾക്ക് ഒരു ടാറ്റയും കൊടുത്ത് ആ ചങ്ങാക്കി പൈസ കൊടുത്ത് നമ്മളവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള റായത്ത് ഫാസ്റ്റ് ഫുഡിലേക്ക് പോയിട്ട് ഇവിടെ നമ്മൾ വന്നത് ഫുഡ് കഴിക്കാനല്ലേട്ടാ ഈ എന്തിനാ കാണാൻ. എന്നാലും അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പോയി നോക്കിയപ്പോ ചില്ലി ചിക്കൻ, ചിക്കൻ ഫ്രൈ, ബീഫ് ചില്ലി, കാട ഫ്രൈ, ആടിന്റെ തലച്ചോറ്, പിന്നെ തലച്ചോറില്ലാത്തൊരു പെൺകുട്ടി ഉണ്ടായിട്ട് അവിടെ. പിന്നെ അമാൻക്ക് ആഷിക്കിനിട്ട് പതിക്കായിരുന്നു. അമാൻക്കയുടെ തള്ളു കേട്ട് തല കുളിക്കണ ആഷിക്കിനെ കണ്ടിട്ട് എനിക്ക് തന്നെ പാവം തോന്നി. പാവം. അങ്ങനെ അമ്മാനോട് ബായും പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അമ്മാനോട് ബായ് പറഞ്ഞിട്ട് ഇവളോട് ബായ് പറഞ്ഞില്ലെങ്കിൽ ഇവള് ഡിപ്രഷൻ ആവണ്ടെന്ന് വിചാരിച്ച് ഇവൾക്കും കൊടുത്തൊരു ടാറ്റ. അപ്പൊ അത് അടുത്ത തട്ടയുടെ മുതലാളി ഷാനു അവനും കൊടുത്തൊരു ടാറ്റ. പിന്നെ നമ്മൾ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് സെന്റ് തോമസിന്റെ അവിടെ പോയി ഒന്ന് തിരിഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഷവർമ്മയ്ക്ക് ഒരു പുതിയ വന്നത്. അപ്പൊ തന്നെ നമ്മൾ അൽത്താസെ പോകാൻ വിചാരിച്ചു. അൽത്താസെ പോകുന്നോടത്ത് ഒരു പുതിയ കഫേ ഓപ്പൺ ആയതുകൊണ്ട് അപ്പൊ പിന്നെ എന്തായാലും ഇന്ന് ഇവിടെ കയറാന്ന് വിചാരിച്ചു. അടിപൊളി ആംബിയൻസ് ഒക്കെ ഉള്ള കഫേ ഇരുന്നിട്ടത്. അത് കണ്ടിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയത് തന്നെ. ഞാനൊരു അവക്കാടോ ഷേക്കും ആഷിക്ക് ഒരു ഹോർലിക്സിന്റെ ഷേക്കും വാങ്ങിയിട്ട് രണ്ടും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ ആംബിയൻസ് ഒന്ന് കുറച്ചേരം നോക്കിയിരുന്നപ്പോഴേക്കും നമ്മൾ അടുത്തതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് വന്നിട്ട് സാൻഡ്വിച്ച് പോകണം സത്യസന്ധമായിട്ട് പറയാലോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, കിഡിലെന്നായിരുന്നു. നമ്മൾ ട്രാക്ക് മാറി ഫുഡ് ബ്ലോഗിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ല. അതില്ലാതില്ല. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇവിടെ ഇത്ര ആംബിയൻസിന്റെ ബാക്കി എല്ലാ കാര്യം സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ നോക്ക് ഷഡ്ഡിയുടെ ഒരു ഫ്ലെക്സ്. ഇതെന്ത് സംഭവം? ഈ ഷഡ്ഡിയുടെ ആളും ഈ കഫേയുടെ ആളും കൂടിയിട്ട് കൊളോബായിട്ട് തുടങ്ങിയതാണ് ഈ കഫേ. പിന്നെ എനിക്ക് ആഷിക്കിനും ആവശ്യത്തിലേറെ ഈമാനുള്ള കാരണം ഞങ്ങൾ അതൊന്നും നോക്കിയില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ലവിന്റെ ഇടയിൽ കയറി ഞാനൊന്ന് തല്ലിട്ട് നോക്കി. പണ്ടേ എല്ലാത്തിന്റെ ഇടയിൽ കയറി തല്ലിടാൻ ഞാൻ എടുക്കണം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ തന്നെ അവർ പീടിയും പൂട്ടിട്ടാ. ഇനി ഞങ്ങൾ കയറി പൂട്ടിച്ചെന്നൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പോഴാണ് സജ്ജ് വിളിച്ചിട്ടില്ല എനിക്ക് പാമ്പേഴ്സ് വാങ്ങാൻ പറഞ്ഞത്. ഈ സമയത്ത് അവിടെ നിന്നിട്ടാണ് പാമ്പേഴ്സ്. ഞങ്ങൾ നേരെ ലൈഫ് മെഡിക്കൽസ് പോയി കുറെ മുട്ടി നോക്കി. അവിടെ ഉണ്ടായിരുന്ന ബെല്ലൊക്കെ അടിച്ചു നോക്കി, എന്തൊക്കെ കാട്ടി നോക്കി. പക്ഷെ അവിടെ നിന്നൊന്നും ആരും വരുന്നില്ല. അപ്പം മനസ്സിലായി അതിന്റെ ഉള്ളിലൊന്നും ആരുമില്ല. പിന്നെ പീച്ചീസ് ഹോസ്പിറ്റലിൽ പോയിട്ട് സാധനം വാങ്ങി. അവിടെ നിന്ന് നേരെ പിന്നെ വീട്ടിലും തട്ടിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പൊ